Hello, once again, welcome back to Plus Lane. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു +2 ജോഗ്രഫിയുടെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് കാണണം. നിങ്ങളുടെ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ തികച്ച് സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക്. ജോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ വർഷം കൂടി ചോദിച്ചൊരു ചോദ്യമാണ്. ഡിഫൈൻ ഡിറ്റർമിനിസം. എന്താണ് നവനീതവാദം എന്നും വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം, എന്താണ് പാരിസ്ഥിതിക വിധിവിശ്വാസം എന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂ ഡിറ്റർമിനിസം ഈസ് വെരി സിഗ്നിഫിക്കന്റ് ടുഡേ. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ്. കമ്പയർ ദ റോൾ ഓഫ് മാൻ ഇൻ പോസിബിലിസം ആൻഡ് നിയോ ഡിറ്റർമിനിസം. അതായത് നവവിധി വിശ്വാസം എന്ന ആശയം ഇന്ന് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രസ്താവനയെ പറ്റി എഴുതുക. അതുപോലെ തന്നെ സാധ്യതാവാദത്തിലെയും നവവിധി വിശ്വാസത്തിലെയും മനുഷ്യന്റെ പങ്കും താരതമ്യം ചെയ്ത് പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ഡിഫൈൻ ഹ്യൂമൻ ജോഗ്രഫി. എന്താണ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ബ്രീഫ്ലി അബൌട്ട് ദ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി. എന്താണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 ക്വസ്റ്റ്യനും സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് മൈഗ്രേഷൻ, എന്താണ് കുടിയേറ്റം എന്നും ഡിസ്കസ് അബൌട്ട് ദ പുഷ് ആൻഡ് പുൾ ഫാക്ടേഴ്സ് ഓഫ് മൈഗ്രേഷൻ. മൈഗ്രേഷന്റെ കുടിയേറ്റത്തിന്റെ പുഷ് ഫാക്ടർ എന്താണ്, പുൾ ഫാക്ടർ എന്താണെന്നും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the concept of human development is built on 4 pillars. Identify and explain. അതായത് മനുഷ്യ വികസനം എന്ന ആശയം, ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന ആശയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 4 പില്ലറുകളിലാണ്. അപ്പോൾ ഇവ എന്തെല്ലാമാണെന്നും അവ വിശദീകരിച്ച് എഴുതാനും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആൻഡ് ഡിസ്കസ് അബൌട്ട് ദ വേരിയസ് അപ്രോച്ചസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. എന്താണ് മാനവ വികസന സൂചിക എന്നും അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ വിവിധ സമീപനങ്ങൾ, വിവിധ അപ്രോച്ചസ് എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ നോക്കി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എന്താണ് സുസ്ഥിര വികസനം എന്നും ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ വാട്ട് ഈസ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, എന്താണ് മാനവ ദാരിദ്ര്യ സൂചിക എന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ്. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ പ്രൈമറി ആക്ടിവിറ്റീസ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ ഫോളോയിങ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നൊമാഡിക് ഹെർഡിംഗ്, കൊമേഴ്ഷ്യൽ, ലൈഫ് സ്റ്റോക്ക് റെയറിംഗ്. അതായത് ചുവടെ നൽകിയിരിക്കുന്ന മാനുഷിക പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നൊമാഡിക് ഹെർഡിംഗ് അതായത് നാടോടി ഇടയ ജീവിതം, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ലൈഫ് സ്റ്റോക്ക് റെയറിംഗ് വാണിജ്യാധിഷ്ഠിത മൃഗപരിപാലനം എന്താണെന്നും എഴുതണം. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ, ഡയറി ഫാമിംഗ്, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈനിങ് ആക്ടിവിറ്റി. അപ്പം തോട്ടവിള കൃഷിയുടെ പ്രത്യേകതകൾ, സവിശേഷത എന്തെല്ലാമെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഡയറി ഫാമിങ്ങിന്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് പഠിക്കുക. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന്റെ സവിശേഷത, അതായത് സ്ഥാനാന്തര കൃഷിയുടെ സ്വഭാവ സവിശേഷത എന്തെല്ലാമെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈനിങ് ആക്ടിവിറ്റി, ഖനന പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ അബൌട്ട് ദ വേരിയസ് ടൈപ്സ് ഓഫ് സബ്സ്റ്റൻസ് അഗ്രികൾച്ചർ. അതായത് വിവിധതരം ഉപജീവന കൃഷികൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ട്രക്ക് ഫാമിംഗ് ആൻഡ് ഫാക്ടറി ഫാമിംഗ്. ട്രക്ക് ഫാമിങ്ങും ഫാക്ടറി ഫാമിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ജോഗ്രഫിയുടെ പാർട്ട് ബി ആണ്, ഇന്ത്യ, പീപ്പിൾ ആൻഡ് എക്കോണമി. ഫസ്റ്റ് ചാപ്റ്റർ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 4 ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ. അതായത് ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയിലെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ 4 ലാംഗ്വേജ് ഫാമിലീസ് ഇൻ ഇന്ത്യ ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ്രാവിഡൻ ലാംഗ്വേജ് ഫാമിലി. ഇന്ത്യയിലെ പ്രധാന
4 ഭാഷാ കുടുംബങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷാ കുടുംബത്തെ പറ്റിയും പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റൻ ഇതാണ്. ഡിഫൈൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിസിയോളജിക്കൽ ഡെൻസിറ്റി ആൻഡ് അഗ്രികൾച്ചർ ഡെൻസിറ്റി. അപ്പോൾ എന്താണ് ജനസാന്ദ്രത എന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ഡെൻസിറ്റിയും അഗ്രികൾച്ചർ ഡെൻസിറ്റിയും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ സെറ്റിൽമെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ഇന്ത്യൻ സിറ്റീസ് ആൻഡ് ടൗൺസ് ഓൺ ദ ബേസിസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ എനി 6 ഇൻ ഡീറ്റെയിൽ. അതായത് ഇന്ത്യൻ നഗരങ്ങളുടെയും ടൗണുകളുടെയും പ്രത്യേക സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുകയും അതിലേതെങ്കിലും 6 എണ്ണത്തിന് ചെറുകുറിപ്പ് തയ്യാറാക്കാനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ദ സെൻസസ് ഓഫ് ഇന്ത്യ ക്ലാസിഫൈഡ് ഇന്ത്യൻ ടൗൺസ് ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ സൈസ്. ജനസംഖ്യാ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നഗരങ്ങളെ സെൻസസ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ്, ലാൻഡ് റിസോഴ്സസ് ആൻഡ് അഗ്രികൾച്ചർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോ പ്രൊഡക്ടിവിറ്റി ഈസ് വൺ ഓഫ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ അഗ്രികൾച്ചർ. ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ അതർ പ്രോബ്ലംസ്. അതായത് ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളൊന്നാണ് താഴ്ന്ന ഉൽപ്പാദനക്ഷമത, അല്ലെ, ലോ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ മറ്റു പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദമായി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മുൻ വർഷങ്ങളിലെല്ലാം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൂടി ചോദിച്ച ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വെറ്റ്ലാൻഡ് ആൻഡ് ഡ്രൈലാൻഡ് ഫാമിംഗ്. എന്താണ് ഈർപ്പനില കൃഷിയും അതുപോലെ തന്നെ വരണ്ട കൃഷിയും തമ്മിലുള്ള വ്യത്യാസവും എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യനോടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഷുഗർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കരിമ്പ് കൃഷിയെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇറിഗേഷൻ ഈസ് നെസസറി ഫോർ ഇന്ത്യൻ അഗ്രികൾച്ചർ എക്സ്പ്ലെയിൻ. അതായത് ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ജലസേചനം എന്നത് എന്താണ്, ഒരു അത്യാവശ്യ ഘടകമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് വിശദീകരിക്കാനും ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ജോഗ്രഫിയുടെ ഓണം എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളിക്കുകയാണ്. പുതിയ വീഡിയോ വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ.